പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, CPM-ന്റെ പുതിയ ദേശീയ ജനറൽ സെക്രട്ടറിയായി മധുരയിൽ നടന്ന 24ാം പാർട്ടി കോൺഗ്രസിൽ ശ്രീമാൻ MA ബേബിയെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിൽ പിണറായി വിജയന്റെ സ്വാധീനം കുറയുന്നു എന്നുള്ള നിലയിലുള്ള ചർച്ചകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സുഹൃത്തുക്കളെ, ബേബി ദേശീയ ജനറൽ സെക്രട്ടറിയായി കേരളത്തിൽ വന്നിട്ട് ഇപ്പം ഏതാണ്ട് 6-ാം തീയതിയാണല്ലോ ബേബിയെ തെരഞ്ഞെടുത്തത്. ഇന്നിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 10-ാം തീയതിയാണ്. 4 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ 4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബേബി നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങൾ, ബേബി നടത്തിയിട്ടുള്ള ചില സന്ദർശനങ്ങൾ, ഇതെല്ലാം നമുക്ക് നൽകുന്ന വ്യക്തമായ സൂചന എന്ന് പറയുന്നത് ബേബി പിണറായി വിജയന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഓരോന്നോരോന്നായി നമുക്ക് എടുത്തൊന്ന് പരിശോധിക്കാം എന്ന് തോന്നുന്നു. ബേബി ദേശീയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പൊതുവായിട്ട് നമ്മളൊന്ന് പരിശോധിച്ചാൽ ബേബി പിണറായി വിജയന്റെ നിലപാടുകൾക്കെതിരായിട്ടൊന്നും നിൽക്കില്ല എന്ന് പുറമേ നമുക്ക്, ഇംഗ്ലീഷ് പറഞ്ഞാൽ ഔട്ട്വേർഡ്ലി നമുക്ക് തോന്നാം. ഇപ്പോൾ എക്സാലോജിക്കൊക്കെ ആയി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകളും പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ബേബി പറഞ്ഞിട്ടുള്ള പൊതു അഭിപ്രായങ്ങൾ പിണറായി വിജയനും മകൾക്കും അനുകൂലമാണ്. അത് മറ്റേ പാർട്ടി നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് അനുകൂലമാണെങ്കിലും ബേബി ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ ആഴത്തിൽ ഇറങ്ങി പരിശോധിച്ചാൽ പിണറായി വിജയനും മകൾക്കും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണോ ബേബി എടുത്തത് എന്നുള്ള സംശയം നമുക്ക് തോന്നാം. ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേസരി സ്മാരക ട്രസ്റ്റിൽ നടത്തിയിട്ടുള്ള മുഖാമുഖം പരിപാടി ഇതിനെക്കുറിച്ച് ചോദ്യം ഉയർന്നപ്പോൾ 2 അഭിപ്രായങ്ങൾ ബേബി പറഞ്ഞിരുന്നു ഈ എക്സാലോജിക്ക് ഇതുമായി ബന്ധപ്പെട്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലൊന്നാമത് പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞത്, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി വരുന്ന സമയത്ത് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് അന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതാണ് ബേബി പറഞ്ഞ ഒരഭിപ്രായം. ആ അഭിപ്രായം നമ്മൾ ആഴത്തിലിറങ്ങി പരിശോധിച്ച് നോക്കിയാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനും പാർട്ടിയുടെ മറ്റ് നേതാക്കന്മാരും പറയുന്ന ഒരു പൊതു അഭിപ്രായത്തിനോട് ആ അഭിപ്രായം ചേർന്ന് നിൽക്കുന്നില്ല എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം മറ്റാരും ഇങ്ങനെ ഒരു അഭിപ്രായത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരെല്ലാം പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് മകളെ കുലുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, ഇത് അച്ഛൻ്റെ മകളായതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്, ഇത് അച്ഛനെ ലക്ഷ്യമിട്ടാണ് ഇത് ചെയ്യുന്നത്, ഇത് 2 ബാങ്കുകൾ തമ്മിലുള്ള ബാങ്ക് ട്രാൻസാക്ഷനാണ്, അതുകൊണ്ട് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല, GST അടച്ചിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഔട്ട്റൈറ്റ് ആയിട്ട് തന്നെ പിണറായിയെയും മകളെയും ന്യായീകരിക്കുന്ന നിലപാടാണ് MP ഗോവിന്ദൻ മുതൽ ബാക്കിയുള്ളവർ മുഴുവൻ എടുത്തതെങ്കിൽ അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്ത ഒരു സമീപനം ബേബിയിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത് ബേബിയോട് ചോദിച്ചു, ഇത് 2 സ്ഥാപനങ്ങൾ തമ്മിലുള്ളതല്ലേ, അതിനകത്ത് എന്താണ് തകരാറ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനുള്ള ബേബിയുടെ മറുപടി, ഇത് GST അടച്ചിട്ടുള്ളതാണ്, ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് 2 സ്ഥാപനങ്ങൾക്കും പരാതിയില്ല എന്നൊക്കെയുള്ള CPM-ന്റെ മറ്റ് നേതാക്കന്മാരുടെ മറുപടി ആവർത്തിക്കുന്നതിന് പകരം അന്വേഷണം നടക്കുകയല്ലേ കാണാം എന്നുള്ള നിലപാടാണ് ബേബി എടുത്തിട്ടുള്ളത്. ഇതും ഈ പറഞ്ഞതുപോലെ മറ്റ് നേതാക്കന്മാർ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിനെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത് CPM-ന്റെ പശ്ചിമ ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള മുഹമ്മദ് സലീം, അദ്ദേഹം പാർട്ടി കോൺഗ്രസിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പരാമർശമുണ്ട്. ആ പരാമർശത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇതിൽ ബന്ധപ്പെട്ട ഒരു കേസ് നടത്തട്ടെ, ഇത് പാർട്ടിയുടെ വിഷയമായിട്ട് ഇത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ബന്ധപ്പെട്ട ഒരു കേസ് നടത്തട്ടെ എന്ന് പാർട്ടി കോൺഗ്രസിൽ വെച്ച് മുഹമ്മദ് സലീം പത്രപ്രതിനിധികളോട് പറഞ്ഞതുമായി ആ അഭിപ്രായവുമായി ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബേബിയുടെ അഭിപ്രായം ചേർത്ത് വെച്ചാൽ ബേബിക്ക് ഇക്കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് എന്നുള്ള ഒരു സൂചന അതിൽ നമുക്ക് വായിച്ചെടുക്കാം. അതാണ് ഒന്നാമത്തെ. രണ്ടാമത് ബേബി നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അത് പിണറായി കേരളത്തിൻ്റെ കാരണവർ എന്ന് പറഞ്ഞൊരു പ്രസ്താവന ബേബി നടത്തിയിട്ടുണ്ട്. അതിലും ചില്ലറ പ്രശ്നങ്ങൾ കാണുന്ന ദോഷൈക ദൃക്കുകളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, 2016 തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നിൽ നിന്ന് നയിച്ചത് VS അച്യുതാനന്ദനായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം ആദ്യ അവസാനം നയിച്ചത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 140 മണ്ഡലങ്ങളിൽ അദ്ദേഹം പോയി എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞപ്പോൾ പിണറായി മുഖ്യമന്ത്രിയായി. അപ്പോൾ തെരഞ്ഞെടുപ്പ് നയിച്ച ആളല്ല മുഖ്യമന്ത്രി ആയത്. അവിടെയും ബേബി വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ബേബി പറഞ്ഞിട്ടുള്ള അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി നയിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2016 തെരഞ്ഞെടുപ്പിൽ അനുഭവം വെച്ച് നോക്കിയാൽ അതിനകത്തും ഒരു ദുസൂചനയുണ്ട്. നയിച്ചയാൾ മുഖ്യമന്ത്രി ആവണമെന്നില്ല, അവിടെ നിൽക്കട്ടെ, അത് ഞാൻ ആനുഷികമായി സൂചിപ്പിച്ചത്. പക്ഷേ കാരണവർ പ്രയോഗത്തിൽ ഒരു ചെറിയ പ്രശ്നം
അന്തർലീനമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ 2016 VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ VS ഇച്ചിരി അസ്വസ്ഥത വന്നു. ആ അസ്വസ്ഥത വന്നപ്പോൾ അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി വന്നിട്ട് പറഞ്ഞത് VS കേരളത്തിലെ ഫിഡൽ കാസ്ട്രോ ആണ് എന്നാണ്. ഫിഡൽ കാസ്ട്രോ. അപ്പം അതിലൊരു ചെറിയ ദുസൂചന ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ക്യൂബയിലെ ദീർഘകാലം അവിടുത്തെ പാർട്ടിയുടെ നേതാവായിരുന്ന ആളായിരുന്നു ഫിഡൽ കാസ്ട്രോ, ക്യൂബയുടെ പ്രസിഡന്റുമായി. എന്നാൽ എനിക്ക് 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഫിഡൽ കാസ്ട്രോ മാറിയിട്ട് അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള റൗൾ കാസ്ട്രോ ക്യൂബയിലെ പ്രസിഡന്റായി വന്നു. അപ്പൊ അതിന് സമാനമായിട്ടാണ് സീതാറാം യെച്ചൂരി കേരളത്തിൽ കാസ്ട്രോ ആണ് VS എന്ന് പറഞ്ഞാൽ കാരണവർ എന്ന് പറഞ്ഞാൽ ഫിഡൽ കാസ്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആണെങ്കിൽ മുഖ്യമന്ത്രിയേക്കാൾ ഉയർന്ന ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് VS എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് സീതാറാം യെച്ചൂരി അങ്ങനെ പറഞ്ഞത്. അപ്പൊ ആ സാഹചര്യത്തിൽ പരിശോധിക്കുമ്പോൾ ഈ പിണറായി കേരളത്തിന്റെ കാരണവർ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തിലും ചില ദുസൂചനകൾ കാണുന്ന ദോഷൈക ദൃക്കുകൾ ഉണ്ട് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിണറായി നാളെയും കാരണവരായിരിക്കുമ്പോൾ വേറൊരാൾ മുഖ്യമന്ത്രിയായി കൂടെ എന്ന് ചോദിക്കുന്നവരും അതിനകത്ത് ഉണ്ട്. അതാണ് ബേബിയുടെ വ്യത്യസ്തമായിട്ടുള്ള രണ്ടാമത്തെ പ്രതികരണം. മൂന്നാമത്തെ പ്രതികരണം എന്ന് പറയുന്നത് പി ജയരാജൻ ജീവിച്ചിരിക്കുന്ന അത്ഭുതം. പി ജയരാജൻ ജീവിച്ചിരിക്കുന്ന അത്ഭുതമാണ് പി ജയരാജൻ എന്ന് CPM ജനറൽ സെക്രട്ടറി. എതിരാളികൾ വെട്ടിനുറുക്കിയ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് പാർട്ടിയും തലശ്ശേരി സഹകരണ ആശുപത്രിയിലെ ചികിത്സകരും അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും ചേർന്നാണ്. അങ്ങനെ ഒരാളോട് ആരാധനയും സ്നേഹവും ഉള്ളവർ കണ്ണൂരിൽ ഏറെയുണ്ട്. ആരാധന അതിരുകടന്നെന്ന് പാർട്ടി ഘടകങ്ങൾ വിലയിരുത്തിയിരിക്കാം. ഒരാളുടെയും വ്യക്തിപൂജയെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ പി ജയരാജൻ ജീവിച്ചിരിക്കുന്ന അത്ഭുതം എന്ന് MA ബേബി പറഞ്ഞതായി മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിന് തൊട്ടുമുകളിലുള്ള വാർത്ത എന്താണെന്നറിയോ? പി ജയരാജനെ വാഴ്ത്തുന്നതിനെതിരെ MV ജയരാജൻ. അപ്പൊ പി ജയരാജനെ അത്ഭുതം എന്ന് ജീവിച്ചിരിക്കുന്ന അത്ഭുതം എന്ന് പിണറായി വിജയൻ എന്ന് ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അദ്ദേഹത്തെ പുകഴ്ത്തുമ്പോൾ അദ്ദേഹം എവിടെയാണ് കിടക്കുന്നത്? അദ്ദേഹം അവഗണനയുടെ പടുകുഴിയിൽ കേരളത്തിൽ കിടക്കുകയാണ്. അദ്ദേഹത്തെ 2019 മറ്റാണെന്ന് തോന്നുന്നു വടകരയിൽ മത്സരിക്കാൻ വേണ്ടി വിട്ടപ്പോഴത്തേക്കും ജില്ലാ സെക്രട്ടറി സ്ഥാനം എടുത്ത് മാറ്റിയിട്ട് പിന്നെ അത് കൊടുത്തില്ല. അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തില്ല. അദ്ദേഹത്തെ പിന്നെ ചവിട്ടി മൂലക്കിട്ടിരിക്കുകയാണ്. പി ജയരാജനെ വാഴ്ത്തുന്നതിനെതിരെ MV ജയരാജൻ പറഞ്ഞ ദിവസം തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്ന അത്ഭുതമാണ് എന്ന് ബേബി പറഞ്ഞു. അപ്പൊ അവിടെയും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം MA ബേബി പറയുന്നു. പാർട്ടി അവഗണിച്ചിട്ടിരിക്കുന്ന ഒരു നേതാവിനെ ജീവിക്കുന്ന മഹാത്ഭുതം എന്ന് MA ബേബി പറയും. അതാണ് മൂന്നാമത്തെ വ്യത്യസ്ത അഭിപ്രായം. ഇനി നാലാമത്തെ വ്യത്യസ്ത അഭിപ്രായം എന്താ? ആലപ്പുഴ ജില്ലയിൽ ചവിട്ടി ദൂരെയിട്ടിരിക്കുന്ന ആളാണ് G സുധാകരൻ. G സുധാകരന് കരിവേപ്പലയുടെ കീറക്കടലാസിന്റെ വില പോലും ആലപ്പുഴയിലെ പാർട്ടി കൊടുക്കുന്നില്ല. അവിടുത്തെ ഏകാധിപതിയായ ആലപ്പുഴ പാർട്ടിയെ നയിക്കുന്നത് സജി ചെറിയാൻ എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും സാംസ്കാരിക മന്ത്രിയാണെന്ന് നമുക്കറിയാം. എന്നാൽ ബേബി കഴിഞ്ഞ ദിവസം എന്താ ചെയ്തെന്നറിയോ? ബേബി നേരെ G സുധാകരന്റെ വീട്ടിൽ പോയി. G സുധാകരനെ പോയി കണ്ടു ബേബി. എന്നിട്ട് G സുധാകരനെ വാനോളം പുകഴ്ത്തി. സഖാവ് G സുധാകരൻ സാർ എന്നാണ് ദേശീയ ജനറൽ സെക്രട്ടറി ബേബി G സുധാകരനെ വിളിച്ചത്. ആലോചിച്ച് നോക്കണം. പാർട്ടി ചവിട്ടിക്കൂട്ടി മുകളിലേക്കിട്ടിരിക്കുന്ന ബ്രാഞ്ചിലേക്ക് മാത്രം ചവിട്ടി താഴ്ത്തിയിരിക്കുന്ന, ജില്ലാ സമ്മേളനത്തിൽ പോലും ഒരു വിലയും കൊടുക്കാതെ മൂലക്കിട്ടിരുന്ന G സുധാകരന്റെ വീട്ടിൽ പോയി കണ്ട് G സുധാകരനെ കുറിച്ച് പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ കൊണ്ട് 5 മിനിറ്റാണ് തുടർച്ചയായി G സുധാകരനെ MA ബേബി പുകഴ്ത്തിയിരിക്കുന്നത്. ആലപ്പുഴയിൽ ഈ വലിയ ചുടുകാട്, പുന്നപ്ര അവിടെയൊക്കെ പോയി ഞാൻ പോയി. അതിനോടൊപ്പമാണ് ഞാൻ G സുധാകരന്റെ വീട്ടിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ പാർട്ടിയുടെ ചരിത്രത്തിൽ നിർണായകമായിട്ടുള്ളൊരു സ്ഥാനമുള്ള ഒരാളാണ് G സുധാകരൻ എന്നാണ് ദേശീയ ജനറൽ സെക്രട്ടറി പറയുന്നത് എന്നർത്ഥം. എന്നാൽ ആ G സുധാകരനെ ചവിട്ടി മൂലക്കിട്ടിരിക്കുകയാണ് കേരളത്തിലെ ഔദ്യോഗിക പാർട്ടി എന്നും നമ്മൾ കാണും. അപ്പൊ ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്. ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട് 4 ദിവസമേ ആയുള്ളെങ്കിലും കേരളത്തിലെ പാർട്ടിയിൽ MA ബേബി എന്ന് പറഞ്ഞ കളിക്കാരൻ പണി തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. അതിന്റെ 4 ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, മാസപ്പടി കേസിൽ ബേബിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ്. 2, പിണറായി വിജയനെ ഒരു കാർന്നവർ സ്ഥാനത്താണ് ബേബി കാണുന്നത്. 3, പി ജയരാജൻ ഒരു ജീവിക്കുന്ന മഹാത്ഭുതമായിട്ടാണ് ബേബി കാണുന്നത്. 4, G സുധാകരൻ
കേരളത്തിലെ പാർട്ടിയുടെ ചരിത്രത്തിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സഖാവ് ജി സുധാകരൻ സാർ എന്നാണ് ബേബി വിളിക്കുന്നത്. അപ്പോൾ ബേബി ഒട്ടും സമയം കളയാതെ തന്നെ കേരളത്തിലെ പാർട്ടിയിൽ ബേബി പണി തുടങ്ങിയിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.